Hi, Assalamu alaikum. Welcome to Cook with Rumana. ನನ್ನ ವಿಡಿಯೋ ನೋಡ್ರಂಗ ಲೈಕ್ ಹಾಕೋರು ಸಬ್ಸ್ಕ್ರೈಬ್ ചെയ്യാണ്ട് നോക്കറങ്ങുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കോರು നെക്സ്റ്റ് ഉള്ള ബെൽ പ്രസ് ആക്കോರು ഇഷ്ട ആയെങ്കിൽ എല്ലാവർക്കും ഷെയർ ആക്കോರು അപ്പോൾ ഞാൻ ഉണ്ട് ഒരു നെയ്ച്ചോറ് ഒരു എർച്ചിര കറി ആക്കിയുള്ള അതായത് ബീഫ് കറി ആക്കിയുള്ള ഇത് ഞങ്ങളുടെ ആയിട്ട് ഞങ്ങൾ ആക്കിയ പോലത്തെ ഒരു ബീഫ് കറി അല്ല ഈസി ആയിട്ട് ಬೇಗ കുക്കറിന്നെങ്കിൽ ഒരു 10-15 നിമിഷത്തിൽ നമുക്ക് ഈ ബീഫ് കറി ആക്കാം അപ്പോൾ പോയിട്ട് എങ്ങനെ ആക്കുവെച്ചെന്ന് നോക്കാം ബീഫ് കറിക്ക് ഫസ്റ്റ് ഞങ്ങൾ ബീഫ് മാത്രം ഇത് ಬೇಬಾಟಿ എടുക്കുക അതിന് ഞാൻ മുള്ളു മിക്സുള്ള ഒരു 1/2 കിലോ ബീഫ് എടുത്തേ ಅದಕ್ಕೆ 1 ಸ್ಪೂನ್ ಇಂಜು ಬೆಳ್ಳುಳ್ಳಿ ಕುತ್ತಿಯದು ಕ್ರಷ್ ಅದು ಪೇಸ್ಟ್ എടുക്കോತೀರಾ പിന്നെ ഒരു തെല്ല് മഞ്ഞൾപ്പൊടി തെല്ല് ഉപ്പ് പിന്നെ 1 സ്പൂൺ അത്ര തേങ്ങെണ്ണ ഉപ്പ് തെല്ലെടുത്തമ്മി പിന്നെ തെല്ല് കറിച്ചുപ്പ് ഒരു 1 സ്പൂൺ അത്ര നല്ല മുളക് പൊടി ഒരു 1/2 ഗ്ലാസ് തണ്ണിയും വേത്തിട്ട് രണ്ട് കുക്കറിൽ ഒരു 6 വിസിലാകുമ്പോൾ ആവരു നിങ്ങളെ കുക്കറിൽ എങ്ങനെ അത്ര വെച്ച് ಬೇಬಾಟಿയമ്മി ഇപ്പം ഞങ്ങൾ കറിയാക്കാൻ സ്റ്റാർട്ടാക്കുക അതുകൂടെ 1/2 തേങ്ങ ചന്ത ചരച്ചത് അതിക്ക് 1 സ്പൂൺ നല്ല മുളക് തെല്ല് മഞ്ഞളുടെ പൊടി 1 സ്പൂൺ ബർസൊപ്പ് പിന്നെ ഒരു തെല്ല് നീരുള്ളി ചെറിയ പീസാക്കി ഇടാം കേരളത്തെ നീരുള്ളിന്ന് അതും ഇടാം തെല്ല് കറിച്ചൊപ്പ് ഒരു 1 സ്പൂൺ തേങ്ങ ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് ബർക്കണം ഒരു 10 നിമിഷത്തോളം ഒരു ചെറിയ ഫ്ലെയിം വെച്ചിട്ട് ചന്ത ബർക്കണം അടിക്ക് പിടിക്കുക ബിടോ തീരാ പിന്നെ ഞങ്ങൾ കറിയാക്കാൻ സ്റ്റാർട്ടാക്കുക അതിന് ഞാൻ ഒരു 2 സ്പൂൺ തേങ്ങ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കുത്തിയത് ഒരു കായ്മുളകും ഇട്ട് ചന്ത മിക്സ് ആക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തേങ്ങ നോക്കണം പിന്നെ ഒരു 2 നീരുള്ളി ചെറിയ കട്ടാക്കിയതും ഇട്ടിട്ട് മിക്സ് ആക്കുക അതൊക്കെ അകത്തേക്കുള്ള ഉപ്പ് ഇടണം നീരുള്ളി ഫ്രൈ ആക്കുമ്പോൾ ഉപ്പിട്ട് വേഗം നീരുള്ളി ഫ്രൈ ആക്കിയിട്ട് അപ്പം ഞങ്ങൾ തേങ്ങ റെഡി ചെയ്ത് ഒരു ഇത്ര ബർക്കണം ഞങ്ങൾ ചപ്പവോ ബേക്കുക പിന്നെ ഞങ്ങൾ നെയ്ച്ചോറാക്കോ സ്റ്റാർട്ടാക്കുക അതിക്ക് ഒരു 2 സ്പൂണും നെയ്യും 2 സ്പൂണും തേങ്ങ ഇടണം അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ നെയ്ച്ചോർക്ക് നല്ല ടേസ്റ്റ് ഇക്കറ് ഇപ്പം ഞങ്ങൾ ഹോൾ ഗരം മസാല ഇടാം കെത്ത എൽത്തരി ലവങ്ക അതെല്ലാം ഇടാം പിന്നെ ഒരു പാതി നീരുള്ളിയും ഇട്ടിട്ട് ചന്ത ഫ്രൈ ആക്കാം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കറിക്ക് വെച്ച നീരുള്ളിയും ഒന്ന് നോക്കണം അടിക്ക് പിടിക്കാനിട്ടെ പിന്നെ അതിക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി 2 സ്പൂൺ കൊത്തമ്പരി പൊടി ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടി തെല്ല് മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് തീ മെല്ലാക്കിയിട്ട് ചന്ത ഫ്രൈ ആക്കണം പിന്നെ ഞാൻ 4 ഗ്ലാസ് അരി കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെച്ചതും ഇടേ ഇന്ന് ചന്ത ബർക്കണം അരി ഞങ്ങൾ നീരുള്ളിയും ഗരം മസാല ഇട്ടു ചന്ത ബർക്കണം ഒരു 10 നിമിഷത്തോളം ബർക്കണം മെല്ലാക്കിയിട്ട് പിന്നെ ഇതിക്കിപ്പം ഞാൻ ബർത്ത് വെച്ച തേങ്ങ മിക്സിയിൽ തന്നി ബീത്താൻ്റെ ക്രഷ് ആക്കി എടുത്തത് ഇട്ടിട്ട് ചന്ത മിക്സ് ആക്കണം അതിൽ പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ചോ ബീഫു ಅದ್ರ ತನ್ನಿ ಬೇರಾಕೋತೀರಾ ತನ್ನಿಯೋಡು ಕೂಡ ಬೀತೋನು ಬೀತಿತ್ತು ನಂಗೆ ಚಂದ ಮಿಕ್ಸ್ ಹಾಕೋನು ಮಸಾಲೆ ತೇಂಗಂ ಬೀಫು ಎಲ್ಲ ಚಂದ ಮಿಕ್ಸ್ ಹಾಕೋನು ഒരു 2 ഗ്ലാസ് തന്നി ബീത്തി കൊടുക്കണം ഇതിക്ക് ഞങ്ങൾ ഒരു 95% മാത്രം ಬೇಬಾಟ್ರೆ ഒരു 5% ಬೇಬಾಟಿಟ್ಲ ഇതിക്ക് ഞാൻ ടൊമാറ്റോ ഇട്ടിട്ടില്ല ടൊമാറ്റോ ഇന്നിടണം ടൊമാറ്റോ ഒരു 2 ടൊമാറ്റോ എടുത്തമേ ചെറിയായെങ്കിൽ വലിയെങ്കിൽ ഒന്നുമേ ഇപ്പം ഞങ്ങൾ ബീഫെല്ലാം ആക്കുമ്പോഴത്തു ഞങ്ങൾ മസാല ഒട്ടിಗೆ ടൊമാറ്റോ ഫ്രൈ ആക്കറ കാണിട്ട് ലാസ്റ്റിക്ക് എങ്ങനെ ഇട്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റ് കിടങ്ങി ഉറക്ക ഇങ്ങനെ ട്രൈ ആക്കി നോക്കണം ഇന്ന് ഞങ്ങൾ ഒരു 10 നിമിഷം സ്ലോ അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ಬೇಬಾಟണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി പിടിക്കാൻ നോക്കണം ആ മണ്ണർ അതിൽ വെച്ചതിൽ മാത്രമല്ലേ നോക്കണോണ്ടില്ല പിന്നെ ഞാൻ നെയ്ച്ചോറുകു 4 കപ്പ് അരിക്ക് 8 കപ്പ് നല്ല പയബാട്ടിയ തന്നി ബീത്തി അകത്തേക്കുള്ള ഉപ്പ് ഇട്ടിട്ട് 2 ബേ ലീഫ് ഇട്ടിട്ട് ഫ്ലെയിം സ്ലോ ആക്കി വെച്ചിട്ട് ചെന്ന് ഞങ്ങൾ അരി ഓൾറെഡി വറുത്തത് ചമ്മ നേരൊന്നും വേണ്ട നെയ്ച്ചോറ് റെഡി ആവുകൂ ഒരു 10 നിമിഷത്തിൽ ഞങ്ങൾ നെയ്ച്ചോറ് റെഡി ആവും ആ നേരത്തിൽ ഞങ്ങളെ കറിയും റെഡി ചെയ്ത് അതിക്കിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒഗർന്നിടണം അതിക്ക് ഒരു 1/2 നീരുള്ളി തേങ്ങ ചെറിയ കട്ടാക്കിയത് ഒരു 2 സ്പൂണ് അതിക്ക് പിന്നെ ഒരു 2 കായ്മുളക് വിട്ട ഉണക്കമുളക് വിട്ടെങ്കും നല്ലവരു പിന്നെ തെൽ കറിച്ചൊപ്പ് ഇട്ടിട്ട് അതിക്ക് ഞങ്ങൾ ഒഗർന്ന് അതിക്ക് കറിക്കിടണം അങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇക്കറ് പിന്നെ തെൽ കൊത്തമ്പരി ചൊപ്പും ഇടാം അപ്പം ഞങ്ങൾ നെയ്ച്ചോറും എർച്ചിര കറിയും ഞങ്ങളെ ഫേവറേറ്റ് ആയത് റെഡി ചെയ്ത് അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കൂ താങ്ക് യു സോ മച്ച്